എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഇന്ന് തയ്യാറാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടു വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തപ്പഴവും ഒരു കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നന്നായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ ഇതിനെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ ഈ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ തൊലി കറുത്തു പോയി കഴിയുമ്പോൾ നമ്മളത് കഴിക്കാറില്ല അല്ലേ? സാധാരണ കളയാറാണ് പതിവ്. അത് മതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതാ നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വട്ടത്തിലാണ് കേട്ടോ നുറുക്കിയെടുത്തത്. അതെങ്ങനെ വേണമെങ്കിലും നുറുക്കിയെടുക്കാം, കാരണം നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. സാധാരണ മിക്ക കുട്ടികൾക്കും ഈ പഴം പുഴുങ്ങി കൊടുത്താലോ അതുപോലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്താൽ കഴിക്കാൻ നല്ല മടിയായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കോഴിമുട്ടയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ നാളികേരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു ബാറ്ററാണ് കേട്ടോ നമ്മൾക്ക് കിട്ടേണ്ടത്. നല്ല സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്ക് ആയതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അതാണ്. ഇപ്പം ഞാൻ ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് കുറച്ച് നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഈ നെയ്യ് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അതിനുശേഷം ഇത് ഓരോന്നും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കുട്ടി കുട്ടി ദോശയാണ് കേട്ടോ. കുട്ടികൾക്കുള്ളതാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ കുട്ടി ദോശയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇങ്ങനെ തയ്യാറാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് ദോശ തവയിൽ ഒഴിച്ചിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടിയോ അതൊന്നും ചേർത്തിട്ടില്ല. പഴവും മുട്ടയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പമേ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എല്ലാവർക്കും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഏത്തപ്പഴവും അതുപോലെ തന്നെ മുട്ടയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഏലക്ക ചേർക്കണച്ചാൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ കോഴിമുട്ട ചേർക്കുമ്പം ഏലക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോഴിമുട്ടയുടെ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും കുട്ടികൾ. അപ്പോൾ ആ ഫ്ലേവർ മാറിക്കഴിയുമ്പം അവർക്കത് അറിയില്ല, കോഴിമുട്ടയാണെന്നൊന്നും അറിയില്ല. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഏലക്കയുടെ ആ ഫ്ലേവർ കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് മതി. അതിനുള്ളിൽ നമ്മുടെ ഈ പലഹാരം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്